ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1998. ഇന്ന് ജൂൺ മാസം 20-ാം തീയതി. ഈ ആണ്ടിലെ 171-ാമത്തെ ദിവസത്തിലെത്തി. 5-ാമത്തെ സ്ലീഹായായി നമുക്ക് വിശുദ്ധനായ യാക്കോബിനെ പരിചയപ്പെടാം. സെബദിയുടെ മക്കളിൽ ഒരുവൻ, യോഹന്നാൻ സ്ലീഹായുടെ ജ്യേഷ്ഠൻ. അപ്പോസ്തല സംഘത്തിൽ ആദ്യം രക്തസാക്ഷി മരണം വരിച്ചത് ഈ യാക്കോബ് സ്ലീഹായാണ്. ഈ ഒരു അപ്പോസ്തല സമൂഹത്തില് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകമായി ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല. തന്റെ സഹോദരനായ യോഹന്നാനോട് കൂടെ അല്ലാതെ യാക്കോബ് ഒരു രംഗത്തും തനിയെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുമില്ല. മീൻപിടുത്തക്കാരായിരുന്നു. യേശു തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില രംഗങ്ങളിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മൂവരിൽ ഒരാളാണ് ഈ യാക്കോബ് സ്ലീഹ. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും മറരൂപ മലയിലും ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനാ നേരത്തും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന 3 ശിഷ്യന്മാരിൽ യാക്കോബും ഉൾപ്പെട്ടിരുന്നു. സുവിശേഷത്തിൽ വിവരിച്ചിട്ടുള്ള 2 പ്രധാന സംഭവങ്ങളിൽ മാത്രമാണ് ഈ യാക്കോബ് സ്ലീഹ പ്രത്യക്ഷപ്പെടുന്നത്. 2 സംഭവങ്ങളിലും ഒട്ടും ശോഭിച്ചില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള ചില ബലഹീനതകളും വൈകല്യങ്ങളും കൂടി വെളിപ്പെടുത്തുന്നതുമായിരുന്നു. ഒന്ന് വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷകൻ എഴുതുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. ഇങ്ങനെ ശമരിയ ദേശത്തിലൂടെ യേശുവും ശിഷ്യന്മാരും കടന്നുപോവുകയാണ്. യെരുസലേമിലേക്കുള്ള യാത്രയുടെ ഇടയിലായിരുന്നു അത്. എന്തായാലും തങ്ങളുടെ ഗ്രാമത്തിലേക്കല്ല എന്ന് ശമര്യർക്ക് ബോധ്യം വന്നതാണ്. അങ്ങനെ യെരുസലേമിലേക്ക് പോകുന്ന വഴിയാത്രയിൽ ഇതുവഴി കടന്നു പോകുന്നവനെ അവർ കാര്യമായി സ്വീകരിച്ചില്ല. യാക്കോബ് തന്റെ സഹോദരനായ യോഹന്നാനോടുകൂടി കൂട്ടിച്ചേർന്ന് ഒരു വൈരാഗ്യമോ വിദ്വേഷമോ പ്രതികാരത്തിന്റെ വികാരങ്ങളോ ഒക്കെ ആൾക്കെത്തിച്ചിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഏലിയാവ് പണ്ട് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുക. നിങ്ങൾ ഏതാത്മാവിനാലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ യേശു ഒന്ന് ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരെ പിന്നീട് ഇങ്ങനെ ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ, ഇടിമക്കൾ എന്നൊക്കെ വിളിച്ചത് ഇവരുടെ ഈ വാശിയും വൈരാഗ്യവും ഇവരുടെ ഈ പ്രതികാര വിചാരവും തീഷ്ണതയും തീവ്രതയും ഒക്കെ യേശുവിനും ബോധ്യപ്പെട്ടിട്ടാവാനാണ് സാധ്യത. മറ്റൊരു സന്ദർഭത്തിൽ ഇവരുടെ അമ്മ അല്ലെങ്കിൽ ഇവർ തന്നെ രണ്ട് വിധത്തിലാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും ഉണ്ട്. എന്താണ്? നിന്റെ രാജ്യത്തിൽ ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തുമാക്കണം. ഒരിടത്ത് അമ്മ ആവശ്യപ്പെടുക തന്റെ മക്കളിൽ യാക്കോബിനെ യോഹന്നാനെ. മറ്റൊരു സുവിശേഷത്തിൽ അവർ തന്നെ ആവശ്യപ്പെടുകയാണ്. അതും അത്ര നല്ല ഒരു ശോഭിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല വെളിപ്പെടുന്നത്. ചോദിച്ചത് സിംഹാസനമാണ്. യേശു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സഹനത്തിന്റെ കഷ്ടതയുടെ പാനപാത്രമാണ്. നിങ്ങൾ യാചിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ യേശു പറയുന്നുണ്ട്. എന്ത് ത്യാഗം സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണെന്ന് അവർ യേശുവിനോട് നല്ലൊരു മറുപടി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുമാത്രം പ്രതികാര വിചാരങ്ങളുണ്ട്, എന്തുമാത്രം ക്രോധവും കോപവും ഉണ്ടെന്നൊക്കെ ഓർക്കുന്ന നല്ലതാണ്. യേശുവിൻ്റെ മരണവും അതിനുശേഷമുള്ള പുനരുത്ഥാനവും ശേഷമുള്ള സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും നടന്നതിന് ശേഷം ഈ യാക്കോബ് ഉൾപ്പെടെയുള്ള സ്ലീഹന്മാർക്ക് വന്ന മാറ്റം എത്രയോ വലുതാണ്. ഇടതും വലതുമുള്ള വലിയ സിംഹാസനത്തിൽ അധികാരത്തോടെ ഇരിക്കാനൊക്കെ ആയിട്ട് മോഹിച്ച ഇവർ എന്തുമാത്രം മാറിയിട്ടുണ്ട്. ശരിക്കും ഒരു രൂപാന്തരീകരണം നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് പോലും യാക്കോബ് സ്ലീഹ മാറുന്നുണ്ട്. യേശുവിനോട് കുറച്ചും കൂടി നമ്മളും നടത്താൽ വല്ലാത്തൊരു മാറ്റം നമ്മളിലും ഉണ്ടാവും. ഇന്നലകള് നമ്മളെ ഇനി ഭാരപ്പെടുത്താതെ, ഇന്നലകളിലെ വീഴ്ചകൾ നമുക്ക് ഇന്നത്തെയും നാളത്തെയും നന്മയിലേക്കുള്ള ഒരു ഉത്സാഹത്തിന്, ഉയർത്തെഴുന്നേൽപ്പിന് വലിയ സാധ്യതയായിട്ട് മാറും. യാക്കോബ് സ്ലീഹായുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. പ്രാർത്ഥനയോടുകൂടി
ആമേൻ.